ഇന്ന് നമുക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ടൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യും. സോ അതിനു മുമ്പ് എനിക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ഔട്ട്ലൈൻ ഒന്ന് പറയണം. സോ നമുക്കറിയാം, ഈ ഇടയ്ക്ക് ഇന്ത്യ ഹാസ് സർപാസ്ഡ് ചൈന ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ. ഇന്ത്യ ഇസ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ്. സോ ദിസ് ഇസ് ദ റീസെൻറ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ. ഇപ്പോൾ ഈ പോപ്പുലേഷൻ ഇസ് എ വെരി ക്രൂഷ്യൽ ഫാക്ടർ ഫോർ ഇന്ത്യ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ബിലീവ് ഇൻ ഡെമോക്രസി, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫിലോസഫിയാണ് ദാറ്റ് പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. നമ്മുടെ പ്രിയാമ്പിൾ നമ്മൾ എടുത്ത് വായിക്കുമ്പം ഇറ്റ് ടോക്സ് അബൌട്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ പീപ്പിളിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ബിക്കോസ് വി ബിലീവ് ഇൻ ഡെമോക്രസി. ഇന്ത്യയിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ വി ബിലീവ് ഇൻ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ഇതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇത്രയും പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. നമ്മുടെ കേരളത്തിലായാലും നമുക്കെന്താണ്, ഒരു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ ബോഡീസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു റെപ്രസെൻറ്റ് ദ പീപ്പിളാണ്. അപ്പം നമ്മൾ ലോക്സഭ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു പേരെന്ന് വെച്ചാൽ ഹൗസ് ഓഫ് പീപ്പിളാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദ പീപ്പിൾ. പക്ഷെ രാജ്യസഭ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് റെപ്രസെൻറ്റിങ് ദ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം ഈ ലോക്സഭ സിൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പീപ്പിൾ, ഇറ്റ് ഷുഡ് റെപ്രസെൻറ്റ് ദ ഹോൾ ഓഫ് ഇന്ത്യ, അല്ലേ? ദി എൻറ്റയർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് റെപ്രസെൻറ്റഡ് ബൈ പീപ്പിൾ ഇൻ ലോക്സഭ. അപ്പോൾ ലോക്സഭയിൽ എത്ര സീറ്റ്സ് ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 543 സീറ്റ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയമായിരിക്കും, ഇതെങ്ങനെയാണ് ഈ 543 പറയുന്ന ഒരു സീറ്റ്സ്, ആ ഒരു കണക്കിൽ എങ്ങനെയാണ് നമ്മൾ എത്തിയത്? അതെന്ന് വെച്ചാൽ അതൊരു ബോഡിയാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ എത്ര സീറ്റ്സ് വേണം, ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഇത്രയും ഏരിയ ഉണ്ട്, അപ്പം എത്ര സീറ്റ്സ് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ഒരു മിനിമം ആയിട്ടുള്ള പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു പോപ്പുലേഷനെ കംപ്ലീറ്റ്ലി ഷുഡ് ബി ഡിവൈഡഡ് ഇൻടു ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയാസ്. ബിക്കോസ് ഓരോ ഏരിയയിലും ഓരോ പോപ്പുലേഷൻ ആയിരിക്കും. അപ്പം ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ്, ഇൻ സിമ്പിൾ വേർഡ്സ്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക്കലി 543 സീറ്റ്സ് ലോക്സഭ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 543 ജോഗ്രഫിക്കൽ ഏരിയാസ് ആർ ബീങ് റെപ്രസെൻറ്റഡ് ഇൻ ലോക്സഭ. ഈ 543 ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു സ്ഥാനാർത്ഥി എന്തായാലും വിൽ ബി ഇലക്റ്റഡ്. അതുകൊണ്ടാണല്ലോ അവിടെ 543 സീറ്റ്സ് വരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പം ഇലക്ഷൻസ് നടന്നു ഇന്നലെ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ 4-5 കാൻഡിഡേറ്റ്സ് കാണും. ഇതിനകത്ത് 1 person വിൽ ബി റെപ്രസെൻറ്റഡ്, അല്ലേ? ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ എ സ്റ്റേറ്റിൽ ഒരു പേഴ്സൺ വിൽ ബി റെപ്രസെൻറ്റിങ്, ആൻഡ് ദാറ്റ് 1 person യുടെ റെപ്രസെൻറ്റേഷൻ എവിടെയാണ് പോകുന്നത്? ഇറ്റ് വിൽ ബി ഇൻ ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇതുപോലെയാണ് നാഷണൽ ഇലക്ഷൻസിലും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അപ്പം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യനെ മൊത്തത്തിൽ 543 സീറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. സോ ദാറ്റ് 543 ലൊക്കേഷൻസിന് 543 ആൾക്കാർ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു മിനിമം. ദിസ് ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഞാൻ പറയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ഒരു ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. സിമ്പിൾ വേർഡ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാലോ, ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് വിത്തൗട്ട് വിച്ച് ആ കൺട്രി കനോട്ട് ഗവേൺ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലോ ഇസ് ക്രിയേറ്റിംഗ് എ പെർട്ടിക്കുലർ ബോഡി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട് ഉണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആക്ട് ഇസ് ക്രിയേറ്റിംഗ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വെച്ചാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടൊന്നുമില്ല.
നമുക്കൊരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് ഉണ്ട്. ആ ആക്ടിനകത്ത് പറയുന്നുണ്ട്, ഓക്കെ ഫൈൻ, ദിസ് ഇസ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് അറിയാം. അപ്പം ഡീലിമിറ്റേഷൻ കമ്മീഷനകത്ത് എന്തെല്ലാം ഫങ്ഷൻസ്, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു, നമ്മുടെ കൺട്രീനെ മൊത്തത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഏരിയയിൽ നിന്ന് ഒരാൾ വിൽ ബി റെപ്രസെൻറ്റഡ്. അപ്പം ഈ ബൗണ്ടറീസ് എല്ലാം തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. പിന്നെ സെക്കൻഡ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ കമ്മീഷനൊക്കെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്ര സീറ്റ്സ് വേണം. ബിക്കോസ് ലോക്സഭ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ദ ഹോൾ ഓഫ് ഇന്ത്യ. അപ്പം ഓരോ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വിൽ ബി റെപ്രസെൻറ്റഡ് ഇൻ ലോക്സഭ. അപ്പം ഇന്ന സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും ആൾക്കാർ വേണം, ഇത്രയും ലൈക്ക് MPs വേണമെന്ന് തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ലോക്സഭ ഞാൻ പറഞ്ഞ പോലെ പീപ്പിൾ ആണ്, രാജ്യസഭ ഇസ് ദ സ്റ്റേറ്റ്സ് ആണ്. ലോക്സഭയിൽ ഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്, നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ലോക്സഭയിൽ പോകുന്നത്. രാജ്യസഭ എന്ന് പറയുമ്പം ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ആൾ, പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും രാജ്യസഭയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് അറിയണം. അപ്പം ഡീലിമിറ്റേഷൻ കമ്മീഷൻ കമ്മിങ് ബാക്ക് എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിന് ഇത്രയും സീറ്റ്സ് വേണം എന്ന് തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഫീച്ചറാണ് പോപ്പുലേഷൻ അനുസരിച്ച് സീറ്റ്സ് ഫിക്സ് ചെയ്യുക. അതാകുമ്പം ഇപ്പം ഒരു സ്റ്റേറ്റിൽ 100 പേരുണ്ടെന്നിരിക്കട്ടെ, 100 പേരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ 200 പേരുണ്ടെങ്കിൽ 200 പേരിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എത്ര പേര് ആയിരിക്കണം? 2 പേരായിരിക്കണം. സോ ദാറ്റ് ഇറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീറ്റ്സിൻ്റെ നമ്പർ ഫിക്സ് ചെയ്യുന്നതും ഈ ബൗണ്ടറി എല്ലാം ഫിക്സ് ചെയ്യുന്നതും ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അപ്പം അതിൻ്റെ മെയിൻ പർപ്പസ് അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രൈമറി പർപ്പസ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ സെൻസസ്. ഇപ്പോൾ സെൻസസ് നമുക്ക് ഈ പോപ്പുലേഷൻ്റെ ഡേറ്റ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദ സെൻസസ്. ഈ സെൻസസ് എന്ന് പറയുമ്പം ഓരോ 10 വർഷം കൂടുമ്പം നമുക്ക് സെൻസസ് വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സെൻസസ് നടന്നതാണ് 2011. 2011 ശേഷം സെൻസസ് നടത്തിയിട്ടില്ല. ഇപ്പോൾ കോവിഡ് ക്രൈസിസ് ഒക്കെ വന്നതിന് ശേഷം സെൻസസ് നടത്തിയിട്ടില്ല. ഈ സെൻസസ് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിൽ എത്ര പേരുണ്ട് നിൽക്കുന്നത്, ഇതാണ് സെൻസസ്. അപ്പം ആ ഒരു ഡേറ്റ നമുക്ക് പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ട്, ആ ഒരു ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഓരോ പ്രാവശ്യം നമുക്ക് ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നത്. ബിക്കോസ് നമുക്ക് അതൊരു പെർമനന്റ് ബോഡിയാണെന്ന് പറയാൻ പറ്റില്ല ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ബിക്കോസ് ഓരോ 10 വർഷം കൂടുമ്പം പോപ്പുലേഷൻ്റെ ഈ ഒരു നമ്പറും ഭയങ്കരമായിട്ട് മാറും. അപ്പം ഓരോ 10 വർഷം പോപ്പുലേഷനിൽ ഒരു ചേഞ്ച് വരുമ്പം ആ ഒരു 10 വർഷം കൂടുമ്പം ഡീലിമിറ്റേഷൻ കമ്മീഷനും വെക്കണം. ബിക്കോസ് ദ പ്രൈമറി പർപ്പസ് എന്ന് വെച്ചാൽ പോപ്പുലേഷനാണ്. അപ്പോൾ പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു കാര്യം അവർ ചെയ്യുന്നത്, ദേ ഡു ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ സ്കെഡ്യൂൾ കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾ ട്രൈബ്. പോപ്പുലേഷൻ കൂടുമ്പോൾ കുറയുമ്പോഴും ഈ സ്കെഡ്യൂൾ കാസ്റ്റും സ്കെഡ്യൂൾ ട്രൈബിൻ്റെ നമ്പറും തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ ആണെന്ന് ഓർക്കണം. ബിക്കോസ് ലോക്സഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കെഡ്യൂൾ കാസ്റ്റിനും സ്കെഡ്യൂൾ ട്രൈബിനും വോയിസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് ഈ സ്കെഡ്യൂൾ കാസ്റ്റും സ്കെഡ്യൂൾ ട്രൈബ് തമ്മിലുള്ള വ്യത്യാസം? സ്കെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുമ്പം ദളിത്സ് അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്നാണ് ഈ സ്കെഡ്യൂൾ കാസ്റ്റ്. പണ്ട് കാലത്ത് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തൊരു ഗ്രൂപ്പാണ് സ്കെഡ്യൂൾ കാസ്റ്റ്. ബിക്കോസ് ദേ ഡു നോട്ട് ബിലോങ് ടു ദാറ്റ് കാറ്റഗറി ഓഫ് ക്ലാസ്. അതനുസരിച്ച് ദേ യൂസ് ടു ഹാവ് എ ലോഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. സ്കെഡ്യൂൾ ട്രൈബ് എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്കെഡ്യൂൾ ട്രൈബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്കെഡ്യൂൾ കാസ്റ്റിനായാലും സ്കെഡ്യൂൾ ട്രൈബിനായാലും റെപ്രസെൻറ്റേഷൻ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ. ഇപ്പം ആരെങ്കിലും രാജ്യസഭ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബിക്കോസ് രാജ്യസഭ ഈസ് റെപ്രസെൻറ്റിംഗ് സ്റ്റേറ്റ്സ്, ലോക്സഭ ഈസ് റെപ്രസെൻറ്റിംഗ് പീപ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷന് പവേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ 4 തവണയാണ് ഹാസ് ബീൻ സെറ്റപ്പ്. ആദ്യം 1952 സെറ്റപ്പ് ആയിരുന്നു, പിന്നീട് 1963, പിന്നീട് 1973, കഴിഞ്ഞതിന് ശേഷം 2002. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ 10 വർഷം കൂടുമ്പം ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതായത് രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1952, 1962, 1973 കഴിഞ്ഞതിന് ശേഷം 2002 ഈ ഒരു സംഭവം സെറ്റപ്പ് ആവുന്നത്. ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. അതിൻ്റെ ഒരു ഉത്തരമാണ്
ഏറ്റവും വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്നത്. 1973 കഴിഞ്ഞതിന് ശേഷം 1976 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു ഇമർജൻസി ഉണ്ടായിരുന്നു. ഇമർജൻസി പീരീഡ് എന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റേഴ്സ് ആണ്. ബിക്കോസ് ആ ഒരു ഇമർജൻസി സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കനോട്ട് ബി കമ്പയർഡ് ടു എനി പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കും ഡാർക്കസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ജേർണലിസ്റ്റ് വർ ജയിൽഡ്, അവർക്കൊരു വോയിസ് ഇല്ലായിരുന്നു. അപ്പം ആ സമയത്ത് എടുത്തൊരു തീരുമാനമായിരുന്നു ഇത്രയും പോവേർട്ടി. ദർ വാസ് എ ലോട്ട് ഓഫ് പോവേർട്ടി ഉണ്ടായതുകൊണ്ട് അവർ വിചാരിച്ചു നമുക്കൊന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്ന് കൺട്രോൾ ചെയ്താലോ. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്തിട്ടുള്ളൊരു മെഷറാണ് സ്റ്റെറിലൈസേഷൻ. എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റെറൈലാക്കുക. സ്റ്റെറൈലാക്കി കഴിഞ്ഞാൽ എന്താണ്, അവിടെ റീപ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കില്ല, നമുക്കറിയാതെ. ഈ സ്റ്റെറിലൈസേഷൻ എന്താണ് കുറച്ച് എഫേർട്സ് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ എന്തായാലും കൺട്രോൾ ചെയ്യണം, എന്തായാലും പോവേർട്ടിയാണ്. അപ്പോൾ ഈ പോവേർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്രയും പോപ്പുലേഷൻ കൂടി ഉണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ പോപ്പുലേഷൻ എന്തായാലും കുറയ്ക്കണം എന്ന് വിചാരിച്ച് കുറേ സ്റ്റേറ്റ്സ് അങ്ങനെ തീരുമാനം എടുത്തു. ഓക്കെ, നമ്മൾ പോപ്പുലേഷൻ എന്തായാലും കുറയ്ക്കാൻ പോകുകയാണ്. ചില നോർത്തേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് അനങ്ങിയില്ല. ഇതിനെ പറ്റിയിട്ട് വലിയൊരു പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. റിമെമ്പർ ദാറ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടാണ് ഈ മെഷേഴ്സ് ഒക്കെ ആരെടുത്തത്, ചില സ്റ്റേറ്റ്സ് എടുത്തത്. അപ്പോൾ ദ സ്റ്റേറ്റ്സ് ദറ്റ് ആക്ച്വലി ടുക്ക് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇതിൻ്റെ ഒരു കോമണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം സദേൺ സ്റ്റേറ്റ്സ് ഹാവ് ടേക്കൻ മെഷേഴ്സ് ടു കൺട്രോൾ പോപ്പുലേഷൻ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദി ഔട്ട്സെറ്റ് അതിനെന്താ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് എടുത്തു, ചില സ്റ്റേറ്റ്സ് എടുത്തിട്ടില്ല. ഇതിനെന്താണ് പ്രശ്നം? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രൈമർലി വർക്ക്സ് ഓൺ പോപ്പുലേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു പോപ്പുലേഷൻ അനുസരിച്ചാണ് സീറ്റ്സിൻ്റെ നമ്പറും കൂടുന്നത്, അല്ലേ? പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് സീറ്റ്സിൻ്റെ നമ്പർ കൂടുന്നത്. അപ്പോൾ ഒരുപാട് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ്സിന് ഒരുപാട് സീറ്റ്സും, പോപ്പുലേഷൻ ഇല്ലാത്ത സ്റ്റേറ്റ്സിന് ലെസ് നമ്പർ ഓഫ് സീറ്റ്സും. ഇത് നല്ലതാണോ പന്നലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പന്നലാണ്. അപ്പം 1973 കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞു ചില സ്റ്റേറ്റ്സ് എന്തായാലും മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സീറ്റ്സിന് നിങ്ങൾ മാറ്റം വരുത്തിയാൽ തന്നെ സദേൺ സ്റ്റേറ്റ്സ് ആർ ഗോയിങ് ടു ബി ഇൻ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അവർ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1971 സെൻസസ് അനുസരിച്ച് ലോക്സഭയിലും സീറ്റ്സ് നമുക്ക് അങ്ങനെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വേറെ മാറ്റമൊന്നും വേണ്ട. ബിക്കോസ് നമ്മളിപ്പം ലേറ്റസ്റ്റ് സെൻസസ് വെച്ച് അല്ലെങ്കിൽ 1991 2001 സെൻസസ് അനുസരിച്ച് നമ്മൾ സീറ്റ്സ് മാറ്റിക്കഴിഞ്ഞാൽ സദേൺ സ്റ്റേറ്റ്സിന് പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ സീറ്റ്സും ലെസ് ആയിരിക്കും. അപ്പം 1971 സെൻസസ് അനുസരിച്ചിട്ടാണ് ഇന്ന് വരെ 2026 വരെ ലോക്സഭ സീറ്റ്സ് ആർ ബീയിങ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. But 1971 census is the census that is taken, okay, so that Lok Sabha seats ഒന്ന് rearrange ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരു ഫെയർ ആയിട്ട് സദേൺ സ്റ്റേറ്റ്സിന് തോന്നി. ബിക്കോസ് they have taken measures to control population growth. അതുകൊണ്ട് തന്നെ they are not harmed. അപ്പം 2026 കഴിഞ്ഞതിന് ശേഷം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരാൻ പോവുക. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 2026 ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിൽ വർക്ക് ഓൺ 2021 സെൻസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 സെൻസസ് ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കേണ്ട സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പോൾ 2021 സെൻസസ് അനുസരിച്ച് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് ഒരുപാട് സീറ്റ്സും പോപ്പുലേഷൻ കുറവുള്ള സീറ്റ്സിന് ലെസ് സീറ്റ്സും. അപ്പം ഇതാണ് പ്രധാന ഒരു പ്രശ്നം. സീറ്റ്സ് കുറയുമ്പോൾ എന്താണ് പ്രശ്നം? ദർ വിൽ ബി ലെസ് വോയിസ്. ലോക്സഭയിലൊന്നും സദേൺ സ്റ്റേറ്റ്സിന് വോയിസ് ഇല്ല. പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് പോളിസി. നമ്മളൊരു ബില്ല് പാസ്സാക്കുമ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെജോറിറ്റി. ഈ മെജോറിറ്റി പോപ്പുലസ് ആയിട്ടുള്ള നേഷൻസ് ആണെങ്കിലോ ബാക്കിയുള്ള സദേൺ സ്റ്റേറ്റ്സിന് വോയിസ് കാണത്തില്ല. ദിസ് ഈസ് ദ വൺ ഫണ്ടമെന്റൽ തിങ്. അവിടെ വോയിസ് ഇല്ല സദേൺ സ്റ്റേറ്റ്സിന്. സെക്കൻഡ്ലി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ റിഗാർഡിംഗ് ടു ഇറ്റ്, നമ്മൾ ജി ഡി പി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ ഗ്രോത്തിനെ അളക്കുന്ന ഒരു ടൂളാണ് ജി ഡി പി. ഒരു ഇക്കണോമിക് ആയിട്ടുള്ളൊരു ടൂളാണ്. നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ പ്രൊഡക്ഷനും നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ സർവീസും ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇൻ എ പെർട്ടിക്കുലർ ഇയർ, ഇതെല്ലാം ജി ഡി പി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ജി ഡി പി എന്ന് പറയുമ്പം ഇറ്റ്സ് എ ടൂൾ ഓഫ് ഗ്രോത്ത് ഇൻ ഇന്ത്യ.
ഓക്കെ, ഗ്രോത്തും ഡെവലപ്മെന്റ് ഇസ് വെരി ഡിഫറെൻറ്റ്. ഗ്രോത്ത് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് മെഷറും ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് മെഷർ. ഇപ്പം നമ്മൾ ഇത്രയും രൂപ ഇതെല്ലാം GDP ആണ് കാണിക്കുന്നത്. അപ്പം GDP നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് GDP. നമ്മൾ സദേൺ സ്റ്റേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടിംഗ് ടു GDP ഇസ് ഫസ്റ്റ് മഹാരാഷ്ട്ര, സെക്കൻഡ് തമിഴ്നാടു, തേർഡ് ഇസ് കർണാടക, ഫോർത്ത് UP, ഫിഫ്ത്ത് ഗുജറാത്ത് വരുവാണെങ്കിലും ടോപ്പ് 10 വരുന്ന ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്സ് വെസ്റ്റ് ബംഗാൾ ഉണ്ട്, രാജസ്ഥാൻ, തെലങ്കാന, ഹരിയാന, കേരള. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സദേൺ സ്റ്റേറ്റ്സ് എല്ലാവരും തന്നെ ദേ ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു GDP. ഓക്കെ, അപ്പം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സിന് ലെസ് വോയിസും, just because you have population, you have more voice in the parliament. That's really, really unfair. Highest populous ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UP, മഹാരാഷ്ട്ര സിൻസ് ഇറ്റ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു GDP ഞാൻ ഒന്നും പറയുന്നില്ല, പ്ലസ് മഹാരാഷ്ട്ര ഈക്വലി പോപ്പുലസ് ആണ്. ഓക്കെ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, തമിഴ്നാടു, രാജസ്ഥാൻ, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് സദേൺ സ്റ്റേറ്റ്സ് സത്യം പറഞ്ഞാൽ വിൽ ഹാവ് നോ വോയിസ് ഇൻ ലോക്സഭ. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുവാണ്. ബിക്കോസ് നോർത്തേൺ സ്റ്റേറ്റ്സിന് ഒരുപാട് വോയിസും സദേൺ സ്റ്റേറ്റ്സിന് വോയിസ് കുറവാണ്. അപ്പം എഗെയിൻ ഇറ്റ് ആക്ച്വലി കോസസ് എ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇതിപ്പം സെൻസസിന്റെ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എപ്പോഴാണ് ഫോം ചെയ്യേണ്ടേ എന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾ ഇതാണ് ഏറ്റവും വലിയൊരു കൺസേൺ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ത് ഓർഡർ ഇറക്കിയാലും അത് സുപ്രീം കോടതി പോയാലും അത് യാതൊരു ഉപയോഗമില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ദാറ്റ് വി ആർ ഗോയിങ് ടു ഫേസ്. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക്. ഇത് വലിയൊരു കൺസേൺ ആണ്. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഹന്ന അരൻറ്റ് പറഞ്ഞ പോലെ, നമ്മൾ ബ്ലൈൻഡ്ലി എല്ലാം അക്സെപ്റ്റ് ചെയ്യരുത്. ദ റൂട്ട് ഓഫ് ഈവിൽ ഇസ് വെൻ യു സ്റ്റോപ്പ് തിങ്കിങ്. നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലാണ് റൂട്ട് ഓഫ് ഈവിൽ. വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് ആൻഡ് യു ക്യാൻ കമൻറ്റ്. താങ്ക് യു.